വീടിന്റെ മുറ്റമൊക്കെ നല്ല വൃത്തിയായിട്ടും ഭംഗിയായിട്ടും കിടക്കുമ്പോഴല്ലേ മൊത്തത്തിലൊരു ഭംഗി നമ്മുടെ വീടിനും തോന്നിക്കത്തുള്ളൂ. നമ്മുടെ മുറ്റത്താണെങ്കിൽ 5-6 വർഷം മുമ്പ് ഇട്ട ബേബി മിറ്റിലെല്ലാം മഴയത്ത് കുറെയെല്ലാം ഒലിച്ചു പോയി. പിന്നെ കുറെ ഇരുന്ന് പോയി. അങ്ങനെ പകുതി ഭാഗത്ത് മണ്ണും ചെളിയൊക്കെ ആയിട്ട് മഴക്കാലമായപ്പോഴത്തേക്കും ഭയങ്കരമായിട്ട് പുല്ലും പള്ളയെല്ലാം പിടിച്ച് വൃത്തികേടായിരുന്നു കേട്ടോ. അതുകൊണ്ട് കുറച്ച് നാളായിട്ട് പ്ലാൻ ചെയ്യായിരുന്നു. കുറച്ച് മിറ്റിലിറക്കി മിറ്റം ഒന്ന് വൃത്തിയാക്കണം, അടിപൊളിയാക്കണം എന്നൊക്കെ. അങ്ങനെ ഒരു ലോഡ് മിറ്റിൽ കഴിഞ്ഞ ദിവസം ഇറക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇത് നിരത്താൻ വേണ്ടി പുറത്ത് നാളെയൊന്നും കൂട്ടിയില്ല. ഞങ്ങളെല്ലാവരും സമയം കിട്ടുന്ന പോലെ വൈകുന്നേരം വൈകുന്നേരം ഒക്കെ പതുക്കെ ചെയ്യാണ് ചെയ്യുന്നത്. നമ്മുടെ വീട് പണി തുടങ്ങിയ സമയത്ത് വീടിന്റെ മുറ്റത്ത് ഫ്രണ്ടിൽ ഒരു മാവ് വേണമെന്ന് പറഞ്ഞ് അപ്പച്ച ഭയങ്കര ആഗ്രഹിച്ച് ആശിച്ച് കൊണ്ട് വെച്ചൊരു തൈയായിരുന്നു കേട്ടോ. ഇത് സാധാ ഒരു ഓട്ടുമാവാണേ. വലിയ പൊക്കമൊന്നും വെക്കത്തില്ലല്ലോ. ഇതിങ്ങനെ വളർന്ന് പടർന്ന് പന്തലിച്ച് മുറ്റത്ത് നിന്ന് കഴിഞ്ഞാൽ നല്ലൊരു തണലും കിട്ടും ഈ സൈഡിലേക്ക്. അതുപോലെ തന്നെ കാണാൻ നല്ലൊരു ഭംഗിയായിരിക്കും കേട്ടോ. പക്ഷേ എന്ത് ചെയ്യാനാ, ഇതിങ്ങനെ മുരടിച്ച് നിൽക്കുകയാണ്. അപ്പോൾ ഈ തൈ നട്ടു വെച്ച സമയത്ത് അത് ചവിട്ടിക്കളയാതിരിക്കാൻ വേണ്ടിയിട്ട് അപ്പച്ച ചെയ്തു വെച്ചായിരുന്നു കേട്ടോ ഈ ബോക്സ്. അപ്പോൾ മിറ്റിൽ നിരത്തി കഴിഞ്ഞപ്പോഴത്തേക്ക് ഇതൊരു ഭംഗിയില്ലാത്ത പോലെ തോന്നി കേട്ടോ. ഈ കട്ട ചുമക്കുന്ന കാര്യം ഓർത്ത് തന്നെയായിരുന്നു മടി. പക്ഷേ മനസ്സിലുള്ള പോലെ ഇവിടെ ഒന്ന് വൃത്തിയാക്കി ഇതിന്റെ ഫൈനൽ റിസൾട്ട് കാണാനും ഭയങ്കര ക്യൂരിയോസിറ്റി. അതിനാണ് ഇറങ്ങി പുറപ്പെട്ടത്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ടാസ്ക് എന്ന് പറയുന്നത് ഈ കട്ടയെല്ലാം പെറുക്കി മാറ്റി ഇതിന്റെ ചോട്ടിലുള്ള ഈ മണ്ണെല്ലാം കോരി കളഞ്ഞിട്ട് ഇവിടെ ലെവൽ ചെയ്തിട്ട് ഈ മിറ്റിലൊന്ന് നോർമലായിട്ട് നിരത്തി ഒന്ന് വൃത്തിയാക്കണം. കയ്യിൽ കൊട്ടയും തുമ്പയും പിടിച്ചായിരിക്കുമല്ലോ നിങ്ങൾ എന്നെ കൂടുതലും കണ്ടിട്ടുള്ളത്. എനിക്ക് ഇതുപോലത്തെ പരിപാടികളൊക്കെ മഴയില്ലെങ്കിൽ കൂടുതലും ഇഷ്ടമാണ്. ഞാൻ പണ്ട് ചെറുതായിരുന്ന സമയത്തൊക്കെ ഞാൻ കൂടുതലും പറമ്പിലും മുറ്റത്തും ഒക്കെ ആയിട്ടാണ് ടൈം സ്പെൻഡ് ചെയ്തിട്ടുള്ളത്. ഇതുപോലെ കുഞ്ഞു കുഞ്ഞു പരിപാടികളൊക്കെ ആയിട്ട്. പക്ഷെ കുറച്ചധികം കാലം നാട്ടിൽ നിന്ന് മാറി വെളിയിലൊക്കെ പോയി ജീവിച്ചു വന്നപ്പോഴത്തേക്കും എനിക്ക് മണ്ണിലൊക്കെ ഇറങ്ങാൻ ഒരു ചെറിയ മടിയൊക്കെ ആയിരുന്നു. എന്നൊരു ഫീലായിരുന്നു കേട്ടോ. പക്ഷെ നമുക്ക് ചെടികളോടുള്ള ഇഷ്ടമൊന്നും മാറ്റി വെക്കാൻ പറ്റത്തില്ലല്ലോ. അതുകൊണ്ട് പതുക്കെ ചെയ്ത് ചെയ്ത് പഴയ രീതിയിൽ ആയി വരുന്നുണ്ട്. ഞങ്ങളുടെ പഴയ വീട്ടിലായിരുന്ന സമയത്ത് അപ്പച്ചയ്ക്ക് മാത്രമായിരുന്നു കേട്ടോ ചെറിയൊരു ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നത് ഈ ചെടികളൊക്കെ നട്ടുപിടിപ്പിക്കുന്നതിനകത്ത്. ഒരുപാട് വെറൈറ്റി ചെടികളൊന്നും ഇല്ലായിരുന്നു. പലതരത്തിലുള്ള ചെമ്പരത്തികളും റോസ ചെടികള്, പിന്നെ സൂര്യകാന്തി, ബന്തി, ജമന്തി, അങ്ങനെയുള്ള സാധാരണ ചെടികളൊക്കെ തന്നെ കേട്ടോ. അത് മേടിക്കുന്നൊന്നും അല്ല, എവിടെന്നെങ്കിലുമൊക്കെ പോകുമ്പോൾ ഇങ്ങനെ പറിച്ചുകൊണ്ട് വരുന്നതൊക്കെയാണ്. ആ ഒരു പ്രായത്തിൽ എനിക്കിതിനോട് വലിയ ഇൻട്രസ്റ്റ് ഒന്നും ഇല്ലായിരുന്നു. തന്നെയല്ല സമയവും ഇല്ലായിരുന്നു കേട്ടോ. പിന്നെ കുറച്ച് നാളായിട്ട് ഞാൻ വർക്ക് ഫ്രം ഹോം ഒക്കെ എടുത്ത് വീട്ടിൽ വന്ന് നിൽക്കാൻ തുടങ്ങി. അതിനിടയ്ക്ക് ചാച്ചൻ അബ്രോഡ് പോയി. അങ്ങനെ പെട്ടെന്നായിരുന്നു ലൈഫിൽ ആകെ മൊത്തത്തിൽ ഒരു ഒറ്റപ്പെടലും ഒരു ക്രൈസിസും വന്നത്. അപ്പോൾ അതിലൊരു തെറാപ്പി എന്ന പോലെ തുടങ്ങിയതാണ് ഈ ചെടികളോടുള്ള ഒരു ഇഷ്ടം. അതിലേക്ക് അങ്ങ് ഇറങ്ങി കഴിഞ്ഞപ്പോഴത്തേക്കും എന്താ എൻ്റെ പുറകെ എല്ലാവരും കൂടി കേട്ടോ. ഇപ്പൊ ഇവിടെ ഒരു മത്സരമാണ്. ഇപ്പൊ കിട്ടിയൊരു സമാധാനം പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല കേട്ടോ. അങ്ങനെ നമ്മുടെ മാവൻ ചൂടൊക്കെ നല്ല അടിപൊളിയായിട്ട് വൃത്തിയാക്കിയിട്ടുണ്ട്. കലാത്തിയ വെച്ച് നിറച്ചു കഴിഞ്ഞാൽ ഈ ഏരിയ അടിപൊളിയായിരിക്കും അല്ലേ.